ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആ ഒരു താലി മാറ്റൽ ചടങ്ങ് ഒരു ഒന്നൊന്നര ചടങ്ങായി മാറിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഏറ്റവും ഒടുവിൽ നമ്മുടെ മധുസൂദനൻ വർഷയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛനെ തല്ലേ വീട്ടിലേക്ക് നീ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും രവീന്ദ്രനും പറയുന്നുണ്ട്, അവൾ അവിടത്തെയല്ല, അവൾ അങ്ങോട്ടേക്ക് തന്നെയല്ലേ വരേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ആകെ പ്ലിങ്ങുന്നായി ഇരിക്കുന്നുണ്ട്. ഇനി അവിടുത്തെ അവസ്ഥ എന്തായി തീരുമെന്ന് അറിയില്ല. തിരികെ നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രമതിയെ കുറെ വഴക്ക് പറയുന്നുണ്ട്, നിനക്കറിയില്ലേ രേവതി അങ്ങനെ മോഷ്ടിക്കില്ല എന്ന്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെ മോഷ്ടിക്കായികയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നീ ഇനി മേലിൽ ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ് നിന്റെ അണപ്പല്ലടിച്ച് ഞാൻ തെറിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ ഭയങ്കരമായിട്ട് നമ്മുടെ ചന്ദ്രമതിയെ നിനക്ക് ചൂടാവുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ. അപ്പൊ നമ്മുടെ രവീന്ദ്രന്റെ ഈ ഒരു ഭാവമാറ്റം കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി തന്നെ ആകെപ്പാടെ ഞെട്ടിവറച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക? നമ്മുടെ ശ്രീകാന്തും വർഷയും ഇനി ഒരിക്കലും ഒന്നിക്കില്ലേ അല്ലെ? ഇനി നമ്മുടെ ശ്രീകാന്തും നമ്മുടെ വർഷയ്ക്കൊപ്പം വർഷയുടെ വീട്ടിലായിരിക്കുമോ നിൽക്കാൻ പോകുന്നത് അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.